വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പൊ നമ്മൾ പോകുന്നത് ഹട്ടയിലെ ഡാം തുറന്നിട്ടുണ്ട്. അവിടുത്തെ ഒരു വാദിയിലേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മൾക്ക് നിറച്ച് വെള്ളമുണ്ട്. ഇപ്പൊ അവിടെ മാത്രമേ വെള്ളം ഉള്ളൂ എന്നാണ് എല്ലാവരും പറയണത്. ഹട്ടയിലെ ഡാം ഇപ്പൊ തുറന്ന കാരണം ഇപ്പൊ ആ ഏരിയയിലെ കുറെ സ്ഥലങ്ങളിൽ വെള്ളമുണ്ട്. അപ്പൊ എല്ലാവരും കുളിക്കാനുള്ള റെഡി ആയിട്ടാണ് ഞങ്ങൾ. എന്റെ ഒരു ഫാമിലിയും എന്റെ ഒരു ഫ്രണ്ട്സും ഫാമിലി അവര് കഴിഞ്ഞ ആഴ്ച പോയിട്ടുണ്ടായിരുന്നു. നോക്കാം എന്താന്നുള്ളത്, വെള്ളം ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയില്ല. ചൂട് എടുത്തിട്ട് നമുക്ക് നിക്കാൻ പറ്റില്ല, അത്രയും നല്ല ചൂടാവും. അപ്പൊ നമ്മൾ അതിൽ നിന്നൊരു ചെറിയ രക്ഷ നേടാൻ വേണ്ടി പോവാണ്. വെള്ളത്തിൽ കുറച്ചു നേരമൊക്കെ ഒന്ന് ചില്ല് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് നോക്കാം. എന്തായാലും എന്താവാന്നറിയില്ല. റോഡ് നോക്കി നിങ്ങൾ നല്ല പഴുത്ത് കിടക്കുകയാണ്. നമ്മളവിടെ 50 കിലോമീറ്റർ പോണെങ്കിൽ 2.5 hour അറിയോ നിങ്ങൾക്ക്? കാരണം എനിക്ക് കോട്ടയത്ത് പോയിട്ട് എപ്പോഴും എനിക്ക് ശീലമാണ്. ഞാൻ ഇങ്ങനെ നോക്കും കിലോമീറ്റർ. ഇപ്പൊ നമ്മള് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ റൈറ്റ് സൈഡില് ഒരു വലിയൊരു വീറ്റ് ഫാം ഉണ്ട്. പക്ഷെ അത്ര അകലെയാണ് ആ പച്ചപ്പ് കാണുന്നത് മുഴുവനും. അതിന് മൊബൈലില് കിട്ടും കൂൾ ഫിലിം കൂടെ സൈഡിൽ കൂടെ കാണുമ്പോൾ ബ്ലാക്ക് ആയിട്ട് തോന്നും. ഇനി അവിടെ എത്തുമ്പോ നമുക്ക് കാണാം. ട്രാക്ടർ കാണാനുണ്ട് കേട്ടോ അവിടെ. കണ്ടില്ലേ? ഈ ഭാഗമൊക്കെ കൊയ്യാറായിട്ട് അവിടെ പച്ചപ്പ് നിക്കണുണ്ടോ? അതൊക്കെ ഇപ്പൊ ആയി വരണേ. നമ്മളുടെ രണ്ട് സൈഡും മലകളാണ്. നമ്മൾ അതിന്റെ നടുക്ക് കൂടെ പോവാണ് കേട്ടോ. ആസിഫ് അലി പറഞ്ഞത് ഞാൻ ഈ പ്രാവശ്യം വീഡിയോയിൽ പറയുന്നില്ല. റോഡാണ്. ഇതാ ഇപ്പുറത്തെ സൈഡില് ഒരു ഡാം ഉണ്ട് കേട്ടോ. ആ ഡാമില് വെള്ളമുണ്ട്, പക്ഷെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. ഇവിടെ നിന്ന് കാണാം മലകള് കാണില്ല. കുറച്ച് അവിടെ ഫ്രീ സ്പേസ് ഉണ്ടോ? കാണാണ്ടോ? കാണാൻ പറ്റുന്നില്ല. അവിടെ നമ്മള് ഇങ്ങനെ വരുമ്പോ ഹട്ട എന്ന് പറഞ്ഞിട്ട് ഏറ്റവും മുകളിൽ ഒരു മലയുടെ മുകളിൽ കിട്ടും. സൂം ചെയ്തിട്ട് എടുത്താണ് മാക്സിമം. എത്ര ക്ലിയർ ആണെന്ന് അറിയില്ല. അത് ഇവിടെ മറ്റേ ഹമ്പുകൾ ഉണ്ട്, അത് കാരണം വണ്ടി പോകുമ്പോഴേ. പബ്ലിക് പാർക്ക് ഉണ്ട് ഇവിടെ. വിസിറ്റ് ഹട്ട, നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ. നമ്മളിതാ ഫൈനലി എത്താറായിട്ടോ. വളരെ ഭംഗിയുണ്ട് കേട്ടോ. മോളിൽ നിന്ന് തന്നെ കാണാൻ എന്ത് രസാന്നറിയോ. അത്രയ്ക്ക് ഞാൻ ഇതുവരെയായിട്ട് UAE പോയിട്ട് ഇത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലം കണ്ടിട്ടില്ല. കുറെ കാലത്തെ ഒരു ആഗ്രഹമാണ് വാതിയിൽ കുളിക്കണം എന്നുള്ളത്. അതിപ്പോ നമ്മൾക്ക് യാഥാർത്ഥ്യമാവാൻ. ആ കുറച്ചും കൂടി ഉണ്ട്. ആ ഇവിടെ ആയിരുന്നു നേരത്തെ വെള്ളം ഉണ്ടായിരുന്നു. ഇതുമേ ഇപ്പൊ ഇതുമ്പോ വെള്ളമില്ല. കഴിഞ്ഞ ആഴ്ച എന്റെ ഫ്രണ്ട് വന്നിട്ട് നിറച്ച് വെള്ളമായിരുന്നു. ഇപ്പൊ ഇവിടെ വെള്ളമില്ല കേട്ടോ. ആ അതെ ഇതേ കണ്ടോ വാദികള്. ആൾക്കാർ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഒതുക്കി വണ്ടി ഇടാം. അല്ല അവിടെ കുറച്ച് വണ്ടികൾ ഇടുന്ന സ്ഥലം ഉണ്ട് തോന്നുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് കൊണ്ടിടാം. നമ്മൾ അവിടുന്നാണ് വണ്ടി ഇറങ്ങിയത്. ഇവിടെ കുറെ വണ്ടികൾ ഉണ്ട് കേട്ടോ. ഞങ്ങൾ നട്ടുച്ച നേരത്താണ് ഇവിടെ എത്തിയേക്കണത്. പക്ഷേ നട്ടുച്ച നേരത്തും ആൾക്കാർക്ക് ഒരു കുറവുമില്ല. നല്ല തിരക്കുമാണ്. കാണുന്ന വെള്ളച്ചാട്ടാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ മുകളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും കണ്ടിട്ട് വരാം കേട്ടോ നമ്മൾ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഡാമിൻ്റെ അടുത്തുള്ള ഇൻസ്ട്രക്ഷൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്. നോ സ്വിമ്മിങ് ചെയ്യാൻ പാടില്ല. ഓക്കെ, പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ വാതി പോലെ നമ്മളിങ്ങനെ ഈ വെള്ളം കെട്ടിട്ട് മീൻ പോണു കിട്ടൂ. ചെറിയ മീൻ നമ്മൾ നാട്ടിലൊക്കെ ഇങ്ങനെ ഇതെന്നല്ലേ പറയാം വെള്ളം. ഇതിപ്പോൾ ഇങ്ങനെ ഇവരിവിടെ ഈ ചെറിയ വെള്ളക്കെട്ടിനൊക്കെ വാതി എന്ന് പറയും. കുഞ്ഞു മീനൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ നല്ല ചെറിയ ചെറിയ വെള്ളം. തണുപ്പുണ്ടോ നോക്കട്ടെ, ഞാൻ ഒന്ന് ഇറങ്ങി നോക്കട്ടെ. വാ അടിപൊളി, നല്ല തണുത്ത വെള്ളം. നല്ല കുറേ മീനിൻ്റെ കുട്ടികളുണ്ട്. ഇതിവിടേക്ക് ഇരിക്കാം നമുക്കിങ്ങനെ. നോക്കി ഇങ്ങോട്ട് നോക്കിയേ. ഇതേ എല്ലാവരും
ഇത് ഇവിടെ നിറച്ച് മീനുണ്ട് കേട്ടോ, മീനിൻ്റെ കുട്ടികൾ വെള്ളത്തിൽ. ഇവിടെ ചെറുതായിട്ട് തേക്കിയാണ്. ഇതാണ് നമ്മൾ ഡാമിൻ്റെ മുകളിലേക്ക് കയറാൻ പോവാണ്. കിട്ടു വെള്ളത്തിലേക്ക് പോവാണ്. ഇതാണ് ഡാമിൻ്റെ അടിഭാഗം. ലച്ചും കിട്ടും പോണുണ്ട്, ലച്ചും അച്ചും. വഴുക്കലുണ്ട് അവിടെ. ശരിക്കും നമ്മുടെ അതിരപ്പള്ളിയുടെ അടിയിൽ പോയി നിൽക്കണ പോലെ. ഡാമിൻ്റെ വെള്ളത്തിലാണ് ഈ കിടക്കണത്. മുകളിൽ നിന്ന് വെള്ളം വരുന്നു. നമ്മൾ ഇതിൻ്റെ താഴെ നിന്നാണ് നമ്മൾ കുളിച്ചത്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്നു. ഇതാണ് ഡാം. കണ്ടോ, ഇതാണ് ശരിക്കുള്ള റിയൽ ഡാം മൊത്തം. ഇത് ഇങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ, ഇവിടെ നല്ല താഴ്ചയാണ്. കണ്ടോ, ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ട് നടക്കാം. അയാൾ വീണം നീന്തണ്ടോ, നമുക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റുമോ? അങ്ങോട്ട് കുറച്ച്. ഇതാണ് സംഭവം. മീൻ പിടിക്കുകയാണ് കേട്ടോ. നിറച്ച് മീൻ ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ നിങ്ങൾക്ക്? പക്ഷെ കിട്ടുതേ നമ്മുടെ തോട്ടിന്ന് മീൻ പിടിക്കണ പോലെ കവറിട്ടിട്ട് ഭയങ്കര ശ്രമത്തിലാണ് ഇതിന്ന് മീൻ പിടിക്കാൻ. പണ്ടൊക്കെ നമ്മള് ചെറുപ്പത്തിൽ എത്രയാ നാട്ടിലൊക്കെ പിടിച്ചേക്കണേ, തോർത്തൊക്കെ വിരിച്ചിട്ട്.